സുഹൃത്തുക്കളെ, ഇപ്രാവശ്യത്തെ വീഡിയോ നാസയുടെ ഒരു സ്റ്റഡി 1980 നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഇപ്പോൾ സുനിത വില്യംസ് സുരക്ഷിതയായി തിരിച്ചെത്തി. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാസയുടെ ഒരു സ്റ്റഡി, റീബൗണ്ട് എക്സസൈസ്. ഈ റിസർച്ച് അവർ ചെയ്തതിന് കാരണം ബഹിരാകാശത്ത് പോകുന്ന സഞ്ചാരികൾ തിരിച്ചു വരുമ്പോൾ അവരുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ആ ഡെൻസിറ്റി എങ്ങനെ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വീണ്ടും എടുക്കാം എന്നുള്ളതിൻ്റെ റിസർച്ച് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നത്. അതായത് റീബൗണ്ട് എക്സസൈസ്, നമ്മൾ ചാടി പൊങ്ങുക എന്ന് പറയുന്ന ഒരു ജമ്പ് ചെയ്ത് പൊങ്ങുക ഈ ഒരു എക്സസൈസ്, ഇത് അവർ ട്രാംപോലിനിലാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് അവർ കണ്ടുപിടിച്ചത് ട്രാംപോലിൻ വർക്കൗട്ട് റീബൗണ്ട് എക്സസൈസ് 68% കണ്ട് സാധാരണ ജോഗിങ്ങിനേക്കാളും നല്ലതാണ്. അവർ പറയുന്നത് 10 മിനിറ്റോളം നമ്മൾ ട്രാംപോലിൻ വർക്കൗട്ട് ചെയ്താൽ അത് 30 മിനിറ്റോളമുള്ള ജോഗിങ്ങിനേക്കാളും നല്ലതാണ്. അത് ഓക്സിജൻ ഇൻടേക്കിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ അളവ് നോക്കിയിട്ടും അതുപോലെ തന്നെ എത്ര കലോറി ബേൺ ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടുമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് കുട്ടികളിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിന് ഇത് വളരെ ആവശ്യമാണ്. ഈ ജമ്പിങ് വർക്കൗട്ട് നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണ കുട്ടികൾ എന്താണ് ചെയ്യുക? മെത്തയിൽ നമ്മുടെ ബെഡിൽ കയറി ചാടും, ഇല്ലേ? അത് അവർക്ക് ആവശ്യമാണ്. ആ ഒരു ചാട്ടം അത് ദൈവമായി വെച്ചിരിക്കുന്ന ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ആ ഒരു ചാട്ടം അവരുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. നമ്മളത് നിരുത്സാഹപ്പെടുത്തേണ്ട. കുട്ടികളെ ചാടുന്ന ഫലമായിട്ട് തന്നെ അവർക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ധാരണ തൂങ്ങിയാൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അത് വെറുതെയാണ്, അങ്ങനെയുള്ള ഒരു കാര്യമില്ല. പകരം നമ്മൾ ജമ്പിങ് വർക്കൗട്ട്സ് അതുപോലെ റണ്ണിങ്, സ്പ്രിൻ്റ് വർക്കൗട്ട്സിലാണ് നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ജമ്പിങ് വർക്കൗട്ട്സിൽ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് സുമറിൽ ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ജമ്പിങ് വർക്കൗട്ട്സോടു കൂടിയാണ്. അപ്പോൾ ഈ വർക്കൗട്ട്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ല ഉന്മേഷത്തിലാവും, കുറച്ചുകൂടി എനർജി ഫീൽ ചെയ്യും, അത് എന്തൂസിയാസ്റ്റിക് ആവും, ബ്രെയിൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൈറ്റ്, നേരത്തെ പറഞ്ഞല്ലോ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണിത്. ഫാറ്റി ലിവറിന് അത്യുത്തമം. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി, ബോണിന് എപ്പോഴും നമ്മുടെ ഊൾസ് ലോ ഉണ്ട്, അത് പ്രകാരം ബോണിലേക്ക് സ്ട്രെസ് വന്നാൽ മാത്രമേ വളരുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മസിൽസിൻ്റെ കാര്യം. മസിൽസിലേക്ക് സ്ട്രെസ് വരണം, എങ്കിൽ മാത്രമേ മസിൽസിന് കപ്പാസിറ്റി കൂടുകയുള്ളൂ, സ്ട്രെങ്ത് കൂടുകയുള്ളൂ. പിന്നെ നമുക്കുള്ളതാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പ്. നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ റീബൗണ്ട് ജമ്പിങ് വർക്കൗട്ട് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് സ്ട്രെസ് റിലീഫിന് പറ്റിയ വ്യായാമമാണിത്. അധിക സമയം നമുക്ക് വേണ്ട, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ ജോയിൻസിൻ്റെ കപ്പാസിറ്റി കൂടും, ജോയിൻസിൻ്റെ പെയിനൊക്കെ ഒന്ന് കുറയും. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കാലിൻ്റെ മുൻഭാഗം മാത്രം ടച്ച് ചെയ്താൽ മതിയാവും. ടച്ച് ചെയ്ത് ജമ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇത് നമുക്ക് ട്രാംപോലിൻ വേണമെന്നില്ല, നമുക്ക് വേരിയേഷൻസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ കാണുന്നത് പോലെ എവിടെയെങ്കിലും പിടിച്ചിട്ട് നമുക്ക് പയ്യെ ജമ്പ് ചെയ്ത് ആരംഭിക്കാം. ക്രമേണ നമ്മുടെ കഴിവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്യാം, നല്ല രീതിയിൽ വരാം. ഇനി അതല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും തൂങ്ങിയിട്ട് ചെയ്യാം, തറയിൽ ചെയ്യാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് പല ശാസ്ത്രജ്ഞരും ഊന്നി പറയുന്ന ഒരു കാര്യമാണ് ലസിക ഗ്രന്ഥികളുടെ അല്ലെങ്കിൽ ലസികയുടെ കാര്യം. നമ്മുടെ ലിംഫ് ഗ്ലാൻസും നമ്മുടെ ലിംഫ് വെസൽസും. അപ്പോൾ ഇതിലേക്ക് കൃത്യമായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് മസ്കുലാർ ആക്ഷൻ വേണം. ഹാർട്ടിനും സാധാരണ രക്തത്തിന് പമ്പ് ചെയ്യാൻ ഹാർട്ടുണ്ട്, പക്ഷേ ഇവിടെ മസ്കുലാർ ആക്ഷൻ വേണം. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആയിട്ട് പറയുന്നതാണ് നമ്മുടെ ഈ റീബൗണ്ടിങ്, ഈ ചാട്ടം. ഇനി ഇതിന്റെ അപകട സാധ്യതയുണ്ട്. ട്രാംപോലിൻ വർക്കൗട്ട് അങ്ങേയറ്റം അപകടം നിറഞ്ഞതാണ്. ഈ പറഞ്ഞത് കേട്ടിട്ട് നാളെ ട്രാംപോലിൻ വാങ്ങിച്ച കുട്ടികൾക്ക് കൊടുക്കരുത്. ട്രാംപോലിൻ വർക്കൗട്ട്, ട്രാംപോലിൻ നിന്നും വീണ് കഴുത്തടിച്ച ഒരുപാട് കുട്ടികൾ ക്വാഡ്രിപ്ലീജിയ, അതായത് കഴുത്തിന് കീഴ്പോട്ട് തളർന്ന് ചികിത്സയിലുണ്ട്. നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് ട്രാംപോലിൻ വർക്കൗട്ട് കുട്ടികൾക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു നാൾ പോയി ജമ്പിങ് വർക്കൗട്ട്സിലേക്ക് ഇറങ്ങരുത്. നമ്മുടെ ജോയിൻറ്റിന് എന്തെങ്കിലും ക്ഷതമുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശാനുസരണം മാത്രം ഇത് ചെയ്യുക.